ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. ടാറ്റാ. ചുമടുത്ത പെട്രോൾ പമ്പിലെ ചായക്കടയിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ചായ കുടിക്കാതിരുന്ന ഗ്യാപ്പിലുള്ള ദിനുമോൻ്റെ കളികളാണ് കേട്ടോ കാണുന്നത്. ചായ എത്തിയിട്ടുണ്ട്, കടിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇതുപോലെ ഒരാൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എപ്പോഴാ പോയാലും ഫോണിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞ് കളിയാക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഇത് ഇവർ ബോയ്സിൻ്റെ മാത്രം ഒരു പ്രത്യേകത ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണതിനേക്കാളും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം അവരെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എന്തായാലും ഇവരൊക്കെ ഒരു സുഖം. എപ്പോൾ വേണമെങ്കിലും ഫ്രണ്ട്സിനെ പോയി കാണാം, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടാം. നമ്മൾ പെൺകുട്ടികളെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരുവിധം കല്യാണം കഴിയണ വരെ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഫാമിലീൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിനൊക്കെ നോക്കാനുള്ള ടൈമൊന്നും ആർക്കും കിട്ടലില്ല. വല്ലപ്പോഴും വാട്സപ്പിലൊരു ഹായ് ബായ്, അതോടുകൂടി അത് കഴിഞ്ഞു. ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലോ ഒന്ന് ഫ്രണ്ട്സിനെ കാണാൻ പോകണമെങ്കിലോ ഒക്കെ വീട്ടിൽ നിന്ന് എത്ര ആൾക്കാരെ പെർമിഷൻ വാങ്ങണം. ഹസ്ബൻഡിൻ്റെ പെർമിഷൻ വാങ്ങണം, അമ്മായിമാൻ്റെ പെർമിഷൻ വാങ്ങണം, അമ്മശാങ്കൻ്റെ പെർമിഷൻ വാങ്ങണം, എത്ര ആൾക്കാരെ പെർമിഷൻ വാങ്ങണം അല്ലേ. എൻ്റെ കേസിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ഇജ്ജ് ആരോടും ചോദിക്കണ്ട. അനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇജ്ജ് പോയിക്കോ. പോകുമ്പോൾ പോവുകയാണെന്ന് മെസ്സേജ് അയച്ചിട്ട് പറയുക എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലും കഴിക്കണ കണ്ടാൽ അതോ എനിക്കും വേണോ, അതിന് വേണ്ടിയിട്ട് തിരക്കൂടുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത്രയും സ്നാക്സ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് വെറുതെ ട്രോളാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഇത്രയും കടി ഉണ്ടായിട്ട് എനിക്ക് ആകെ കൊണ്ടുവന്ന് തന്നത് ഒരു പെപ്സാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാളിലേക്ക് പോയി, ഹൈലൈറ്റിക്ക്. വൈകുന്നേരം വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ പമ്പിൽ പോയിട്ട് ഒരു ചായ കുടിച്ച് വന്നാലോ എന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. അല്ലാതെ മാളിക്കായിട്ട് വന്നതൊന്നുമില്ല, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്തെ ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചപ്പോൾ ഒന്ന് മാളിൽ പോയി വന്നാലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഷോപ്പിൽ വെറുതെ കയറി നോക്കിയതാണ്, ദിനുക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് കേട്ടോ. മിററിൽ ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് പ്രാഗിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എൻ്റെ തടി കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ടോയ്സൊക്കെ നോക്കിയായിരുന്നു, ദിനുക്ക് പറ്റിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ അവന് പറ്റിയ ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല കേട്ടോ. ഉള്ളത് ചെറിയ കാറുകളൊക്കെയാണ്. അത് അവന് വായിലേക്ക് ഇടും. അവന് തീരെ ചെറിയ ടോയ്സ് കൊടുക്കാൻ പറ്റില്ല, അതൊന്നായിട്ട് വായിക്കിടും. അപ്പോൾ കൊടുക്കാൻ പേടിയാണ് കേട്ടോ ചെറിയ ടോയ്സൊക്കെ കൊടുക്കാൻ. ഇത് എനിക്ക് അവിടെ നിന്ന് നല്ല ഇഷ്ടമായിട്ട് ഞാൻ എടുത്ത് നോക്കിയത് കേട്ടോ. വാങ്ങിയിട്ടൊന്നുമില്ല. മാളിൽ നിന്ന് 2 ടീഷർട്ടും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ പൊതുവേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണ കാര്യമൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ എങ്ങോട്ടാണ് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നേരെ കൊടിഞ്ഞി പാടത്തേക്ക് പോയതാണ് കേട്ടോ. പാടത്ത് പോയി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ ഒന്നുമില്ല കേട്ടോ. വീട്ടിലാണെങ്കിൽ ബാബുവേട്ടൻ്റെ അമ്മ കൊടുത്തയച്ച നല്ല അടിപൊളി ലഗോൺ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കാനുള്ള മൂഡില്ലായിരുന്നു. ലൈറ്റായിട്ട് നേരത്തെ കുടിച്ച പോലെ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എല്ലാ ഷോപ്പിലും സാധനങ്ങളൊക്കെ തീർന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തിരിച്ചു പോയി. ആദ്യം ചായ കുടിച്ച പമ്പിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി അവിടെ നിന്ന് തന്നെ ഒരു ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വണ്ടിൻ്റെ കമ്പിയിൽ കടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദിനുമോന്. നമ്മളെ വാപ്പി ചായ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചായ എത്തിയിട്ടുണ്ട്. പോക്കറ്റ് അല്ലെങ്കിൽ പോക്കറ്റ് ഷവർമ എന്നൊക്കെ കണ്ടിട്ട് അതിന് പറയാം. അതും കഴിച്ചു. പിന്നെ ഒരു സമൂസയും കഴിച്ചിട്ടോ. അത് കഴിക്കുമ്പോഴേ വാപ്പി പറയുന്നുണ്ട് വീട്ടിൽ ബിരിയാണി ഉള്ളതാണ്, അത് ബാക്കിയാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത് തന്നെ.
കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി.